നമസ്കാരം കൂട്ടുകാരെ. ഇടുക്കി ശാന്തമ്പാറയിൽ നടന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചില ക്രിമിനൽസ് ചില ഫിലിമൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കാണെങ്കിൽ ആ ഫിലിമിലുള്ള ക്രൈം പോലെ അനുകരിക്കാൻ തോന്നാറുണ്ട്. അതെ, ഇവിടെയും ദൃശ്യം മോഡലിൽ ഒരു ക്രൈമാണ് നടന്നത്. കറക്റ്റ് ദൃശ്യം മോഡലിലെ ഒരു അനുകരണമാണ് ഈ ക്രൈമിൽ നടന്നിരിക്കുന്നത്. അത് നമുക്ക് പോകെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇടുക്കി ശാന്തമ്പാറയിൽ എന്താണ് സംഭവിച്ചത്, ആരെയാണ് കൊന്നത്, ദൃശ്യം മോഡലിൽ എന്ത് ക്രൈമാണ് നടന്നത്, നമുക്കത് മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി കാണുന്നവരും അതുപോലെ തന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അത്ര അങ്ങോട്ട് കയറി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തിലൂടെ നമുക്ക് നമ്മുടെ ക്രൈം സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇടുക്കി ശാന്തമ്പാറയിലാണ് ഈ സംഭവം നടക്കുന്നത്. ശാന്തമ്പാറയിലെ മഷ്റൂം ഹഡ് എന്ന് പറയുന്ന ഒരു ഫാം ഹൗസിലാണ് ഈ ഒരു ക്രൈം നടക്കുന്നത്. ശാന്തമ്പാറയിലെ കഴുതക്കുളം മേട്ടിലാണ് ഈ ഒരു ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മഷ്റൂം ഹഡ് എന്ന് പറയുന്ന ഒരു ഫാം ഹൗസ് ശാന്തമ്പാറയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നവംബർ 1 രാത്രിയായപ്പോൾ ഒരു സ്ത്രീ കടന്നു വരികയാണ്. തന്റെ ഭർത്താവിനെ കാണാനില്ല, 2 ദിവസമായി തന്റെ ഭർത്താവിനെ കാണാതായിട്ട് എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. പോലീസുകാർ ആ സ്ത്രീയോട് അന്വേഷിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പോലീസുകാർ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ പേര് ലിജി, എൻ്റെ ഭർത്താവിന്റെ പേര് ലിജീഷ്, ഞങ്ങള് മഷ്റൂം ഹഡ് എന്ന് പറയുന്ന ഫാം ഹൗസിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു 3 മക്കളുണ്ട്. എൻ്റെ 2 മക്കളാണെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള 3 വയസ്സുകാരി ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ള കാര്യങ്ങൾ തിരക്കുകയാണ്. ഭർത്താവിനെ ഇന്നു മുതലാണ് കാണാതായത്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും ഫാം ഹൗസിലെ മഷ്റൂം ഹെഡിലെ ക്ലീനിങ്ങും മറ്റു പുറപ്പണിയും കാര്യങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അവിടുത്തെ ഫാം ഹൗസിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. എൻ്റെ ഭർത്താവാണ് അവിടുത്തെ പുറംപണിയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ അതുപോലെ ഭർത്താവ് ജോലിക്ക് പോയതാണ്, ലിജീഷ് ജോലിക്ക് പോയതാണ്. എന്നാൽ വൈകുന്നേരമായിട്ടും തിരികെ വന്നില്ല. ഒരു ദിവസം ഫുള്ളും ആ ലിജി അവിടെ കാത്തിരുന്നു. കാരണം അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ലിജീഷ്. അപ്പം അതുകൊണ്ട് തന്നെ മദ്യപിച്ച് എവിടെയെങ്കിലും ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തെ വന്നോളും എന്നുള്ള ധാരണയിലായിരുന്നു ലിജി ഇരുന്നത് എന്ന് ലിജി പറയുകയാണ്. അങ്ങനെ പോലീസുകാര് കേസ് അന്വേഷിക്കുകയാണ്. മിസ്സിംഗ് കേസായിട്ട് അവർ കേസ് എടുത്ത് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ക്രൈം നടക്കുന്ന സമയത്ത് പോലീസുകാരെ ഏറ്റവും അടുത്ത ആൾക്കാരെ ആയിരിക്കും സംശയിക്കുന്നത്. കാരണം ഇവരാരെങ്കിലും ആണോ ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോലീസുകാർ ലിജിയെ സംശയിക്കുകയാണ്. അതിന്റെ പേരിൽ ലിജിയുടെ വീട്ടുകാരും ലിജൂഷിന്റെ വീട്ടുകാരുടെ പോലീസുകാര് ലിജിയെക്കുറിച്ചും ലിജിയും ലിജൂഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ലിജൂഷിന് മറ്റ് ശത്രുക്കൾ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് പോലീസുകാരോട് ബന്ധുക്കളൊക്കെ പറയുകയാണ്, ലിജുവും ലിജീഷും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇവര് വളരെ നല്ല സ്നേഹത്തോടെയും വളരെ നല്ല അടുപ്പത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇവർക്ക് 2 പേർക്കും ഒരിക്കലും വേർപിരിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ 2 പേരും ഒന്നിച്ചു നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾ നോക്കിയത്. അങ്ങനെ ജോലി നോക്കുന്ന സമയത്താണ് ഈ മഷ്റൂം ഹഡിലെ പരസ്യം കാണുന്നതും അവിടേക്ക് ജോലിക്ക് പോകുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർക്ക് ലിജിയുടെ മേലുള്ള സംശയം മാറുകയാണ്. കാരണം ഇത്രയും നല്ല കെയർ ചെയ്യുന്ന ഒരു ഭാര്യ, അല്ലെ ഒരു നിമിഷം പോലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ഒരു ഭാര്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പോലീസുകാർ അത് കുറച്ച് മനസ്സിലാക്കിയതിനു ശേഷം ലിജിയെ ആ ഒരു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജിയും അതുപോലെ തന്നെ ആ മഷ്റൂം ഹഡ് ഫാം ഹൗസിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന വസീം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തിയും ആ 3 വയസ്സുള്ള കുഞ്ഞിനെയും ഒരു തിങ്കളാഴ്ച ദിവസം കാണാതാവുകയാണ്. ഈ മൂവരും എവിടേക്ക് പോയി, ഈ മൂവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് മറ്റൊരു വിവരം കിട്ടുന്നത്. ഈ വസീമും ലിജിയും തമ്മിൽ എന്തൊക്കെയോ ചെറിയ ഇടപാടുകൾ ഉള്ളതായിട്ട് അവിടെയുള്ള മറ്റു ജോലിക്കാരിൽ നിന്നും ഈ പോലീസുകാർ അറിയുകയാണ്. അതായത് ലിജൂഷ് അറിയാതെ ലിജിയും വസീമും തമ്മിൽ ചെറിയ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വസീം ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്, വസീമിനെ കാണാൻ വേണ്ടിയിട്ട് ഫാം ഹൗസിലേക്ക് ലിജി പോവാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് അവിടെയുള്ള മറ്റു ജോലിക്കാർ പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ആ വഴിക്ക് അന്വേഷിക്കുകയാണ്.
ആ വഴിക്ക് അന്വേഷിക്കുന്ന സമയത്ത് ആ ഫാം ഹൗസിന്റെ പരിസരമൊക്കെ തെരച്ചിൽ നടത്തുന്ന സമയത്താണ് പോലീസുകാർ മറ്റൊരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു മഴവെള്ള സംഭരണിക്ക് എടുത്തിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഴിയുണ്ട്. ആകെ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു കുഴിയാണ്. കാരണം വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവിടെ മഴയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു കുഴി പോലീസുകാർ കാണുകയാണ്. അപ്പൊ ഈ കുഴി എന്തിനെടുത്തയാണ്, എന്താണ് ഈ കുഴി എടുത്തതിനുള്ള കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ കുഴിയെടുത്ത മണ്ണുമാന്തി ജോലിക്കാരനെ വിളിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഓണറും ജോലിക്കാരനൊക്കെ വന്നു അവരോട് കാര്യം തിരക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുത്തത്, എന്ത് കാരണത്താലാണ് ആ കുഴി എടുത്തിട്ട് പിന്നെ അത് മൂടേണ്ടതായിട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പം ആ സമയത്താണ് പോലീസുകാരോട് ഈ മണ്ണുമാന്ത്രി യന്ത്ര ഓപ്പറേറ്റർ പറയുന്നത്, അത് വസീം പറഞ്ഞിട്ടാണ് ഈ കുഴി എടുത്തത്. ഒരു പശു ചത്തു എന്നും ആ പശുവിനെ കുഴിച്ചിടണമെന്നും പറഞ്ഞ് വസീം നവംബർ 1 വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കുഴി എടുത്തത്. അന്ന് തന്നെ വൈകുന്നേരം വസീം തിരികെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുഴി മൂടണമെന്നും പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ പോലീസുകാർ ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കും നവംബർ 1 ഇങ്ങനൊരു കുഴി എടുത്തിട്ട് നവംബർ 1 തന്നെ ആ കുഴി മൂടിച്ചത്? ആ ചത്ത പശുവിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ കുഴി എടുക്കുന്ന സമയത്ത് തന്നെ ആ പശുവിനെ നീക്കിയിട്ടിട്ട് കുഴി മൂടിയാ പോരെ? പിന്നെ വീട്ടിൽ പോയതിനു ശേഷം ഈവനിങ്ങിൽ വിളിച്ചിട്ട് വീണ്ടും കുഴി മൂടണം എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ അതിലെന്തോ ഒരു അസ്വാഭാവികത ഇല്ലേ എന്ന് പോലീസുകാർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുന്ന പോലീസുകാർ ആ കുഴിയാണെങ്കിൽ തുറന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ കുഴി മാന്തി എടുക്കുന്ന സമയത്ത് പകുതി കത്തിക്കരിഞ്ഞ നിലയിൽ ലിജൂഷിന്റെ ബോഡി അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പൊ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ലിജൂഷിന്റെ ബോഡി കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അത് കത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കുഴിക്കകത്തിട്ട് ലിജൂഷിനെ മൂടിയത്. എന്നിട്ട് പശുവിനെ കുഴിച്ചിടാൻ എടുത്ത കുഴിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാര് മിസ്സിംഗ് കേസ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മർഡർ കേസിലേക്ക് അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ വന്നു, ലിജൂഷിന്റെ ബോഡി സെർച്ച് ചെയ്തു, അന്വേഷണമൊക്കെ ആരംഭിച്ചു. ലിജൂഷിന്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം ഈ ലിജിയുടെയും വസീമിന്റെയും ഫോണ് അവസാനമായി എവിടെ വെച്ചാണ് ഓണായി ഓഫ് ആയതെന്നുള്ളത് അന്വേഷിക്കാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേരളത്തിന്റെ തന്നെ അതിർത്തി ഗ്രാമമായിട്ടുള്ള തമിഴ്നാട്ടിലെ ആനവിലാസം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അവസാനമായിട്ട് ലിജിയുടെയും വസീമിന്റെയും ഫോൺ ഓണായി ഓഫ് ആയിരിക്കുന്നു എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ട് പോലീസുകാർ മനസ്സിലാക്കിയാണ്. മാത്രവുമല്ല പോലീസുകാര് മറ്റൊരു തെളിവും കൂടെ കിട്ടുകയാണ്. വസീമിന്റെ സഹോദരനെയും വസീമിന്റെ ഒരു സുഹൃത്തിനെയും പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് വസീമിന്റെ സഹോദരന്റെ ഫോണിൽ നിന്നും ലിജൂഷിനെ താനാണ് കൊന്നത്, തന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള നിലയിലുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് വസീമിന്റെ അനിയന്റെ ഫോണിൽ നിന്നും സഹോദരന്റെ ഫോണിൽ നിന്നും പോലീസുകാർക്ക് കിട്ടുകയാണ്. അങ്ങനെ പോലീസുകാർ വസീമിന്റെ സഹോദരനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർ തമിഴ്നാട്ടിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കിട്ടുകയാണ്. അങ്ങനെ തമിഴ്നാട് പോലീസുമായിട്ട് കേരള പോലീസുകാരെ ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെടുന്ന സമയത്താണ് ഇവർ മറ്റൊരു കാര്യം അറിയുന്നത്, തമിഴ്നാട്ടിലെ തന്നെ ഒരു ലോഡ്ജിൽ നിന്നും ഒരു സ്ത്രീയും പുരുഷനെയും ഒരു കൊച്ചുകുട്ടിയും വിഷം കഴിച്ച നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നും ആ കൊച്ചുകുട്ടി മരിച്ചുവെന്നും ആ സ്ത്രീയും പുരുഷന് അബോധാവസ്ഥയിൽ അത്യസന്ന നിലയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുകയാണ്. അങ്ങനെ കേരള പോലീസ് അവിടേക്ക് പോവുകയാണ്. പോയി അത് ആരാണെന്നുള്ളത് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഇത് വസീമും ലിജിയുമാണെന്നുള്ളത്. ലിജിയുടെ ഏറ്റവും ഇളയ 3 വയസ്സുള്ള ആ കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാകാണ്. അങ്ങനെ പോലീസുകാർ ഇരുവരെയും കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ള ചോദ്യം. അപ്പൊ ആ സമയത്താണ് അറിയുന്നത് വസീമിന്റെ അച്ഛൻ വാപ്പ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് വസീമിനോട് പറയുകയുണ്ടായി, ഇതുപോലെ ലിജൂഷിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടൊന്നും വരണ്ട, പോലീസുകാർ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോയി മാറി താമസിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വസീമിനോട് പറയുകയാണ്. വസീമിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനി ഒരിക്കലും തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ലിജൂഷിനെ കൊന്നത് താനും ലിജിയും ആണെന്നുള്ളത് എല്ലായിടത്തും പാട്ടായിട്ടുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തങ്ങൾ എവിടെ പോയാലും പോലീസുകാർ പിടിക്കും, തങ്ങൾക്ക് ഇനി ജീവിക്കാൻ വേറൊരു മാർഗമില്ല എന്നുള്ളൊരു ചിന്ത വസീമിന്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ വസീം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ലിജിയുമായി ചേർന്ന് ഒരു കീടനാശിനി വാങ്ങിച്ചതിന് ശേഷം ഇരുവരും കഴിക്കുകയാണ്. മാത്രവുമല്ല ആ കൊച്ചുകുട്ടിക്ക് പഴത്തിൽ ചേർത്ത് ആ കീടനാശിനി കൊടുക്കുകയുമാണ്. അങ്ങനെ മൂവരും അബോധാവസ്ഥയിലായി. ഈ റൂമിലേക്ക് വന്ന ക്ലീനിങ് ബോയ് ആണ് ഇവര് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നതും ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ വസീം പറയുകയാണ്. അങ്ങനെ വസീമിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ലിജൂഷിനെ കൊന്നത്? ലിജൂഷിനെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? കാരണം ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യ പോലും ലിജൂഷിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളത് പോലീസുകാർ അപ്പോഴത്തേക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ എന്ത് കാരണത്താലായിരിക്കും ലിജീഷിനെ കൊന്നത് എന്നുള്ളത് പോലീസുകാർക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് പോലീസുകാർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ലിജീഷും ലിജിയും തമ്മിൽ സ്നേഹത്തോടൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഈ വസീം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഇവർ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് വസീം തിരികെ പോകും. അങ്ങനെ ആയിരുന്നു കുറച്ചു നാൾ മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ വസീമിന് ലിജൂഷിന്റെ ഭാര്യയായിട്ടുള്ള ലിജിയോട് ചെറിയൊരു താല്പര്യം തോന്നുകയാണ്. ആ താല്പര്യം അങ്ങനെ ചെറിയൊരു നിസാര താല്പര്യമൊന്നും ആയിരുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന വസീം പിന്നെ സ്ഥിരം വരാൻ തുടങ്ങി. വരിക മാത്രമല്ല, ലിജി ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി നിൽക്കും. ലിജിയോട് കൂടുതലായിട്ട് സംസാരിക്കാനും കൂടുതലായിട്ട് അടുക്കാനും ഒക്കെ വസീം ശ്രമിക്കുകയാണ്. അപ്പൊ ലിജിയെ നോക്കിയപ്പം തന്നേക്കാളും ചെറുപ്പക്കാരൻ, തന്റെ ഭർത്താവിനേക്കാളും ചെറുപ്പക്കാരൻ, അത്ര യങ് ആയിട്ടുള്ള ഒരാള് താനുമായിട്ട് അടുക്കാൻ ശ്രമിക്കാൻ, തന്നോട് കൂടുതൽ താല്പര്യം കാണിക്കാൻ, തന്നോട് സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ ലിജിക്കും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയാണ്. അങ്ങനെ ലിജിക്കും ഈ വസീമിനോട് ചെറിയ താല്പര്യം തോന്നുകയാണ്. അങ്ങനെ ഇവര് നല്ല സുഹൃത്തുക്കളായി. ആ സുഹൃത്ത് ബന്ധം ഒരു പ്രണയത്തിലേക്ക് കടന്നു. പിന്നെ അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വരെ എത്തി. അങ്ങനെ ലിജൂഷ് അറിയാതെ ഇവര് ആ ഫാം ഹൗസിന്റെ പല ഭാഗത്ത് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ലിജൂഷിന്റെ ഭാര്യയായിട്ടുള്ള ലിജിക്കും വസീമിന് ഒരു കാര്യം മനസ്സിലായി. ഇത് അധിക കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ലിജൂഷ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ലിജൂഷ് ഇത് അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ലിജൂഷിന് അത്യാവശ്യം മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. വസീം സ്ഥിരം ലിജൂഷിന്റെ അടുത്തേക്ക് വരും, മദ്യക്കുപ്പിയുമായി വരും, ലിജൂഷിനെ കുടിപ്പിക്കും. ലിജൂഷിനെ കുടിപ്പിച്ച് ബോധം കെടുത്തി ഉറക്കും. എന്നിട്ട് ലിജൂഷിന്റെ മുൻപിൽ വെച്ച് തന്നെ ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാകാൻ തുടങ്ങി. അങ്ങനെ ലിജൂഷ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ലിജൂഷ് സ്ഥിരമായി മദ്യം കഴിക്കാൻ തുടങ്ങി. ആ മദ്യത്തിന് അഡിക്റ്റായി. മദ്യമില്ലാതെ ലിജൂഷിന് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ലിജൂഷ് എത്തുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് വസീമും ലിജിയും ഇത് തന്നെ ഏർപ്പാടാകാൻ തുടങ്ങി. മാത്രമല്ല, ലിജൂഷിനെ മദ്യപിച്ച് അവിടെ കിടത്തിയതിനു ശേഷം ഫാം ഹൗസിലേക്ക് വരും. ഫാം ഹൗസിന്റെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ലിജൂഷ് അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് നോക്കിക്കൊണ്ട് തന്നെ ഇവര് ഫാം ഹൗസിൽ വെച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രണയമായിരുന്നില്ല. ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ഇത് മാത്രമായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയാം. അത് ഏത് രീതിയിലും അവർക്ക് അത് തീർക്കണം. അത്രയ്ക്കും അവരുടെ ഉള്ളിൽ ആ കാമം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിജൂഷ് പോകെ പോകെ മദ്യത്തിന് അടിമയായിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ അടിമയാകുന്ന സമയത്ത് ലിജൂഷിന് ചെറിയ രീതിയിൽ സംശയം കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. കാരണം സ്ഥിരമായിട്ട് വസീം തനിക്ക് മദ്യം വാങ്ങിത്തരുന്നു, ഫുഡ് വാങ്ങിത്തരുന്നു, തന്റെ ഫാമിലിയെ നന്നായി നോക്കുന്നു, ശമ്പളം കൂട്ടിത്തരുന്നു, മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ കെയറും കാര്യങ്ങളും തങ്ങളുടെ അടുത്ത് കാണിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ലിജൂഷിന് ചെറിയ രീതിയിൽ സംശയം കാര്യങ്ങളും തോന്നുകയാണ് ഈ വസീമിന്റെ അടുത്ത്. ഇനി വസീമിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തോന്നുകയാണ്. മാത്രവുമല്ല, ഫാം ഹൗസിലേക്ക് ക്ലീനിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ലിജി വസീം ഫാം ഹൗസിൽ സ്ഥിരതാമസം ആയതിനു ശേഷം അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ നേരത്തെ വന്നുകൊണ്ടിരുന്ന ലിജി പിന്നെ വരുന്നത് താമസിച്ചാണ്. സാധാരണ ലിജി ഫാം ഹൗസിലേക്ക് ക്ലീനിങ്ങിന് പോയി കഴിഞ്ഞാൽ പോവുക, ക്ലീനിങ് കഴിയുക, നേരെ വീട്ടിലേക്ക് വരിക, തന്റെ കുഞ്ഞിന്റെ അടുത്തിരിക്കുക, കുഞ്ഞുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇങ്ങനെയായിരുന്നു ലിജി സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. വൈകിട്ടാണ് ലിജൂഷ് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ലിജിയുടെ സ്വഭാവം എല്ലാം മാറുകയാണ്. ഫാം ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറെ നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നാലും കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിജൂഷ് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിജി ആണെങ്കിൽ ഫാം ഹൗസിലേക്ക് ക്ലീനിങ്ങിന് പോകുന്ന സമയത്ത് ലിജൂഷൻ പുറകെ പോവുകയാണ്. പുറകെ ചെല്ലുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല. എങ്കിലും ഒരു കാര്യം ലിജൂഷ് നോട്ട് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത്, വസീമും ലിജിയും സംസാരിക്കുന്ന സമയത്ത് അശ്ലീല ചുവയോടെയാണ് സംസാരിക്കുന്നത്. അശ്ലീല കലർന്ന കോമഡികളാണ് ഇവർ പറയുന്നത്. അപ്പം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പം ലിജൂഷിന് ഒരു കാര്യം മനസ്സിലായി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റരുതാത്ത ബന്ധത്തിലേക്ക് പോകും. അപ്പൊ ആദ്യമേ തന്നെ ഇത് നിയന്ത്രിക്കണം എന്നുള്ളൊരു കാര്യം ലിജൂഷിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ലിജി വീട്ടിൽ വന്ന സമയത്ത് ലിജിയോട് പറയുകയാണ്, വസീമുള്ള സമയത്ത് അവിടെ ക്ലീനിങ്ങിനും മറ്റും പോകരുത്, അതുപോലെ തന്നെ വസീമുമായിട്ടുള്ള കമ്പനി നടത്തണം, വസീമുമായിട്ടൊന്നും വലിയ കമ്പനിയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ലിജിയോട് ലിജൂഷ് പറയുകയാണ്. ലിജിയും അത് സമ്മതിക്കാണ്. കാരണം ലിജിക്ക് അറിയാം ഈ വസീം വന്ന് മദ്യവും കൊടുത്ത് ലിജൂഷിനെ ഉറക്കി കിടത്തും, തങ്ങളുടെ കലാപരിപാടികൾ അത് കഴിഞ്ഞ് നടത്താം, അപ്പൊ അവിടെ പോയിട്ട് കാര്യങ്ങൾ നടത്തണമെന്നും തങ്ങൾക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ലിജി ചിന്തിക്കുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് വസീം വന്നു, വസീം മദ്യം കൊടുത്ത് വീണ്ടും മദ്യപിച്ച് കിടത്തും ലിജൂഷിന്. ആ ലിജൂഷിന്റെ മുൻപിൽ വെച്ച് തന്നെ വസീമും ലിജിയും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം
ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ലിജൂഷ് കാണുന്നത് വീട്ടിൽ വെച്ച് വസീമും ലിജിയും തമ്മിൽ ബന്ധപ്പെടുന്നതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ലിജൂഷ് കാണുന്നത്. ഇത് കണ്ട ലിജൂഷിന് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പും വാശിയും വൈരാഗ്യം ഒക്കെ തോന്നുകയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാല് ലിജിയെ നന്നായിട്ട് മർദ്ദിക്കുകയാണ്. ലിജിയെ മർദ്ദിക്കുന്ന മാത്രമല്ല വസീമിനെ മർദ്ദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വസീമും തിരിച്ചടിക്കുകയാണ്. അടിയുടെ ആഘാതത്തിൽ ലിജൂഷ് മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷം ലിജൂഷിന്റെ ബോഡി എടുത്ത് കുഴിയിലിട്ടതിനു ശേഷം കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ബോഡി നന്നായി കത്തിയതൊന്നുമില്ല. കുറച്ച് മണ്ണ് ആ ബോഡിക്ക് മേലേക്ക് ഇട്ടതിന് ശേഷം ആ ബോഡി വീണ്ടും മണ്ണുമാന്ത്ര യന്ത്രം കൊണ്ടുവന്ന് മൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് പശു ചത്തു, ആ പശുവിനെ കുഴിച്ചിട്ടെയാണ് എന്നുള്ള രീതിയിൽ ലിജൂഷിന്റെ ബോഡി മറവ് ചെയ്തതിനെ വസീം വരുത്തി തീർക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ആ 3 വയസ്സുകാരി ആ വീട്ടിലുണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടി എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷണം മിസ്സിംഗ് കേസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫാം ഹൗസിൽ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് വസീമിനും ലിജിക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അധികം താമസിയാതെ തങ്ങൾ പിടിക്കപ്പെടും. കാരണം ഫാം ഹൗസിലുള്ള ജോലിക്കാരൊക്കെ എന്തായാലും പറയും, താനും ലിജിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അവർ പറയും പോലീസുകാരോട്. അപ്പം സ്വാഭാവികമായിട്ട് തങ്ങളുടെ നേരെ സംശയത്തിന് നിഴലിൽ വരും, തങ്ങളെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം വസീമിനും ലിജിക്കും മനസ്സിലായതുകൊണ്ടായിരുന്നു അവര് അന്ന് ആ തിങ്കളാഴ്ച ദിവസം അവിടെ നിന്നും നാട് വിട്ടു പോകുന്നത്. അങ്ങനെ കേസ് കേരള പോലീസ് തെളിയിക്കുകയാണ്. വസീമിന്റെ പേരിൽ 2 മർഡർ കേസും ലിജിയുടെ പേരിൽ 1 മർഡർ കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, വസീമിന്റെ പേരിൽ 2 മർഡർ കേസും ലിജിയുടെ പേരിൽ 1 മർഡർ കേസും എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. സംഗതി എന്താന്ന് വെച്ചാല് വസീം പറയുകയാണ് ലിജൂഷിനെ കൊന്നിട്ടില്ല, ലിജൂഷിനെ കൊന്നത് താനാണ്, ലിജിക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ള ഒരു കാര്യം വസീം പോലീസുകാരോട് പറയുകയാണ്. ലിജിക്ക് ഇതിൽ ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ളത് പറയുകയാണ്. അതുപോലെ തന്നെ ലിജിയും പറയുകയാണ് കൊന്നത് താനല്ല, വസീമാണ് ലിജീഷിനെ കൊന്നത് എന്നുള്ള ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ട് കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നുള്ളൊരു കേസ് മാത്രം ലിജിയുടെ പേരിൽ എടുക്കുകയാണ്. അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള രീതിയിലുള്ള കേസുകൾ മാത്രം ലിജിയുടെ പേരിലെടുത്ത് മർഡർ കേസ് വസീമിന്റെ പേരിൽ ആക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, മർഡർ കേസ് ഒന്നല്ലേ ഉള്ളൂ, 2 മർഡർ കേസ് എങ്ങനെ വസീമിന്റെ പേരിൽ വന്നു, 1 മർഡർ കേസ് ലിജിയുടെ പേരിൽ വന്നു എന്നുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു കൊച്ചുകുട്ടിക്കും ഇവർ പഴത്തിൽ വിഷം ചേർത്ത് കൊന്നു എന്നുള്ളത്. ആ സമയത്ത് ആ കൊച്ചുകുട്ടിയെ വിഷം കൊടുത്ത് കൊന്ന കേസും ഇവരുടെ പേരിൽ വരികയാണ്. ലിജിയുടെ പേരിലും വസീമിന്റെ പേരിലും ആ കൊച്ചുകുട്ടിയെ കൊന്നതിന്റെ കൊലപാതകം കുറ്റം ചുമത്തുകയാണ്. അങ്ങനെ ഇപ്പോഴും ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവർക്കും ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിനി കണ്ടറിയാം. അപ്പോൾ അവിഹിത ബന്ധം എത്രത്തോളം അധംപതിച്ചു പോയി എന്നുള്ളത് നമുക്ക് ഈ കേസിലൂടെ മനസ്സിലാവും. സ്വന്തം ഭർത്താവിനെ, കുട്ടികളുടെ അച്ഛനെയാണ് കൊല്ലാൻ വേണ്ടി ഒരു ഭാര്യ ഇവിടെ നിന്നിരിക്കുന്നത്, അതും ചെറുതായിട്ട് കിട്ടിയ ശരീരസുഖത്തിന് വേണ്ടിയിട്ട്. ഒരു അവിഹിത ബന്ധം ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ കൊണ്ട് എത്തിക്കുമെന്ന് നമുക്ക് ഈ കേസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കേസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.